ഹായ് ഫ്രണ്ട്സ്, സെറ്റ് കൊണ്ട് ഉടുക്കാൻ അറിയാത്തവരാണോ നിങ്ങൾ? ഇനി സെറ്റ് കൊണ്ട് ഉടുത്തു കഴിഞ്ഞാൽ കുടവയറുള്ളത് കൊണ്ട് അഭംഗി തോന്നുന്നവരാണെന്നുണ്ടെങ്കിലും വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന നല്ലൊരു സൂത്രമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നമ്മൾ സ്ത്രീകൾ ഒരല്പം വയറുണ്ടെങ്കിൽ സാരി ഉടുത്താലോ അല്ലെങ്കിൽ സെറ്റ് കൊണ്ട് ഉടുത്തു കഴിഞ്ഞാലോ ചിലപ്പോൾ ഒരു അഭംഗി തോന്നാറുണ്ടാവും. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സൂത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഒരു പാൻറ്റാണ് എടുത്തുള്ളത്. ഈ പാൻറ്റ് കുറച്ച് ഒരു ബനിയൻ ടൈപ്പിലുള്ള ഒരു പാൻറ്റാണ്. അതും അല്ലെങ്കിൽ ഇനി കോട്ടൻ്റെ പാൻറ്റ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന പാൻറ്റ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ നമ്മൾ കാലിൻ്റെ 2 കാലുണ്ടാവുമല്ലോ, ആ കാലിൻ്റെ 2 സൈഡിലുള്ള സ്റ്റിച്ച് ഞാനിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള തുണി കുറച്ചൊരു ബനിയൻ ക്ലോത്തിൻ്റെ പോലത്തെയാണ്. അപ്പോൾ നല്ലതുപോലെ വലിച്ചു കഴിഞ്ഞാൽ വലിയുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താണ് നമ്മൾ കാലിൻ്റെ സൈഡിലുണ്ടാവില്ലേ സ്റ്റിച്ച്, അത് കട്ട് ചെയ്തിട്ട് അത് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടും. കാരണം 2 കാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് വിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. നമ്മളിപ്പോൾ സ്കേർട്ടപ്പൊക്കെ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇൻസ്കേർട്ട് എങ്ങനെ ഉണ്ടാവും, നമുക്കിപ്പോൾ വാങ്ങിക്കാനായിട്ട് കിട്ടും, സാരിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്കേർട്ട് കിട്ടും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതൊന്ന് തയ്യാറാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാൻറ്റ് ഇതുപോലെ വിരിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ റെഡിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ആയി പോകും. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്യുന്നത്. 2 സൈഡിലും മാർക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് സ്കേർട്ട് എങ്ങനെ ഉണ്ടാവും ആ രീതിയിൽ കാലിൻ്റെ താഴ്ഭാഗം വരെ നമുക്ക് ഇതുപോലെ കിട്ടുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തതിൻ്റെ എക്സ്ട്രാ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ശരീര വടിവിനനുസരിച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. നമ്മൾക്ക് എങ്ങനെയാണോ ഷേപ്പായി നിൽക്കേണ്ടത് ആ രീതിയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് വയറൊരല്പം ഉണ്ടെങ്കിൽ അത് ടൈറ്റായി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരല്പം വയറുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കുറച്ചും കൂടി സൈസ് ചെറുതാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കും. സാരിയും സെറ്റും മുണ്ടൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വയറ് പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്കേർട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് നന്നായിട്ട് ഒതുങ്ങി കിട്ടുന്നതാണ്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വയറ് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ഇരിക്കാനും സഹായിക്കും. അപ്പോൾ നമ്മൾ സാരിയും സെറ്റും മുണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയോട് കൂടിയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കേർട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വെറും 10 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു സ്കേർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും ഗ്ലോബറി ഫേസ് പാക്കിനെ കുറിച്ച് പറയാറുണ്ട്. നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാനായിട്ട് ഒരു കെമിക്കലിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആയുർവേദ ചേരുവകൾ കൊണ്ട് മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് പൗഡർ നമുക്ക് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പ്രായ വ്യത്യാസമില്ലാണ്ട്, സ്ത്രീ പുരുഷ ഭേദ വ്യത്യാസമില്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് നമുക്ക് തൈരിലോ പാലിലോ ഇല്ല അതുമല്ലെങ്കിൽ റോസ് വാട്ടറിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പൗഡർ നമുക്ക് ഫേസിലും കഴുത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതായിരിക്കും. മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളൊന്നും തന്നെ വേണ്ട. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ മതി. പിന്നെ മുഖത്തുണ്ടാകുന്ന കറുത്ത കുത്തുകൾ, മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന പാടുകൾ, അതേപോലെ തന്നെ കഴുത്തിലുണ്ടാകുന്ന കറുപ്പ് പാടുകൾ, ഇതെല്ലാം മാറ്റിയെടുക്കാൻ നമ്മൾ കെമിക്കലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് പേർക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ ഫേസ് പാക്ക് പൗഡർ പോലെ തന്നെ ഒരുപാട് പേർക്ക് റിസൾട്ട് കൊടുത്തിട്ടുള്ള ഒന്നാണ് അനാർക്കലി ഹെയർ ഓയിൽ. ഒരുപാട് പേര് നമുക്ക് വിളിച്ച് പറയുന്നുണ്ട് നല്ല റിസൾട്ട് ഉണ്ട്, നല്ല മാറ്റമുണ്ട്, ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ മാറ്റം കിട്ടുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് അനാർക്കലി ഹെയർ ഓയിൽ. അതിൽ നമ്മൾ മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുവിധ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു തരത്തിലുള്ള കെമിക്കലുകളോ ആർട്ടിഫിഷ്യൽ കളറുകളോ ഫ്രേഗ്രൻസോ ഒന്നും തന്നെ ചേർത്തുന്നില്ല. വളരെയധികം ശ്രദ്ധയോടുകൂടി തയ്യാറാക്കുന്നതാണ്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് കാച്ചിയെടുക്കുന്നത്. പണ്ട് കാലം മുതലേ നമ്മൾ എങ്ങനെയാണോ വെളിച്ചെണ്ണ കാച്ചിയെടുക്കുന്നത് അത്രയും സമയമെടുത്ത് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇത് കാച്ചിയെടുക്കുന്നത്. മുടി കൊഴിച്ചിലുള്ളവർക്കാണെന്നുണ്ടെങ്കിലും മുടി പൊട്ടിപ്പോകുന്നവർക്കാണെന്നുണ്ടെങ്കിലും അതിലെല്ലാം നല്ല പരിഹാരമാണ്. പിന്നെ അകാല നിര വരുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്കത് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു ഹെയർ ഓയിൽ. അതുകൂടാതെ നമുക്ക്
സ്ട്രെസ്സ് മൂലമുണ്ടാകുന്ന ഉറക്കമില്ലായ്മ, തലവേദന അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ സാധിക്കും. ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. ഓണൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും മുണ്ട് ഒന്ന് ഉടുക്കാൻ ശ്രമിക്കാറുണ്ടാവും. അപ്പോൾ ബോയ്സിനൊക്കെ എപ്പോഴും മുണ്ട് ഉടുക്കാൻ അറിയണമെന്നില്ല. സ്ഥിരമായിട്ട് പാൻറ് ഇടുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മുണ്ടുടുക്കാനും നല്ല കസവൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ മുണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുണ്ടൊന്ന് നിവർത്തുന്നുണ്ട്. മുണ്ട് നിവർത്തിയിട്ട് നമ്മുടെ ഉൾഭാഗത്തേക്ക് വരുന്ന ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, ആ പാർട്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ അര എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ മടക്കുന്ന ഈ മടക്കിയിട്ടുള്ള ഭാഗം ഉള്ളിലേക്കാണ് വരേണ്ടത്. നമ്മൾ ആദ്യം ഫസ്റ്റ് വെക്കുന്ന ഭാഗം ഉള്ളിലേക്കാവില്ലേ, ആ ഒരു ഭാഗമാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം ആ മടക്കിയിട്ടുള്ള ഭാഗം ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് ഇതുപോലെ ഉടുക്കുക. ഉടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നല്ല കസവൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഉടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി എന്താ ബോയ്സിന് മാത്രമല്ല, നമ്മൾ സ്ത്രീകൾ സെറ്റ് മുണ്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സെക്യൂർ ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇടത് ഭാഗത്തുണ്ടാകുന്ന ആ ഒരു തുമ്പ് ഇതുപോലെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്കാക്കി മടക്കി വെച്ച് കൊടുത്താൽ മതി. പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. മുണ്ട് അഴിഞ്ഞു പോവുകയില്ല. സെറ്റ് മുണ്ട് എല്ലാവർക്കും ഉടുക്കാൻ അറിയുന്നുണ്ടാവും. എന്നാലും ഉടുക്കാൻ അറിയാത്തവർക്ക് സിമ്പിളായിട്ട് ഉടുക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് പറയുന്നത്. ആദ്യം സെറ്റ് മുണ്ട് എടുക്കുന്നുണ്ട്. സെറ്റ് മുണ്ടിന് 2 പീസ് ഉണ്ടാവുമല്ലോ, അതിലത്തെ വലിയ പീസ് ഏതാണ് ചെറിയ പീസ് ഏതാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ. ഒന്ന് രണ്ടാക്കി മടക്കിയതാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏറ്റവും വീതി കുറഞ്ഞിട്ടുള്ളതുണ്ടാവും. വീതി കുറഞ്ഞത് നമുക്ക് ഷോൾഡറിലേക്ക് ഇടാനുള്ളത്, വീതി കൂടുതലുള്ളത് നമുക്ക് താഴ്ഭാഗത്ത് ഉടുക്കാനുള്ളത്. ഇപ്പോൾ കണ്ടോ, നല്ല ഡിഫറൻസ് അറിയുന്നില്ലേ, അതിൻ്റെ ലെങ്ത്തിൻ്റെ ഡിഫറൻസ് അറിയുന്നില്ലേ? ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആ വീതി കൂടുതലുള്ള പീസിലാണ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനൊന്ന് നന്നായിട്ട് നിവർത്തി കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ പ്ലീറ്റ് വരാത്ത രീതിയിൽ സെറ്റ് മുണ്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കറക്റ്റായിട്ടൊന്ന് ഉടുത്ത് നോക്കുക. എക്സ്ട്രാ എത്ര ഭാഗമുണ്ടോ ആ ഒരു ഭാഗം ഇത്രയും നമ്മൾ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കുക. നമ്മൾ പുറത്തേക്ക് നമുക്ക് ഞൊറിവ് പോലെ, അതായത് പ്ലീറ്റ് പോലെ വേണമെന്നുണ്ടെങ്കിൽ അത് ഫ്രണ്ടിലേക്ക് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഇതുപോലെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ബോയ്സൊക്കെ കൊടുക്കുമ്പോൾ കാണിച്ചില്ലേ ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ, ആ രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് ഇത്രയും മടക്കിയിട്ടുണ്ട്. ഇനി മടക്കിയത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ സെറ്റ് കൊണ്ട് ഉടുക്കുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അഴിഞ്ഞു പോവാതിരിക്കാനും അതേപോലെ തന്നെ കറക്റ്റായിട്ട് അത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ആവും. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തത് നമ്മൾ ഉൾഭാഗത്തേക്കാവും പോവുക. ഈ ഒരു മടക്കിയിട്ടുള്ള ഭാഗം ഉള്ളിലേക്ക് പോവും. അപ്പം നമുക്ക് ആ ഫ്രണ്ടിലേക്ക് ആ കറക്റ്റ് ആ ഒരു കസവിൻ്റെ ഒരു ഭാഗം കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് നല്ല നീറ്റായിട്ട് ഒതുങ്ങി നിൽക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ഒതുക്കിയെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര തടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവർ സ്ലിമ്മായിട്ട് തോന്നിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് തടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യാണ് ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ സ്കേർട്ടിൽ മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോൾഡറിലേക്ക് പിൻ ചെയ്തതിന് വേണ്ടിയിട്ട് സെറ്റ് മുട്ടിൻ്റെ മറ്റൊരു ഭാഗം ഇതുപോലെ ഒന്ന് പ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം പിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.